കൂട്ടുകാർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗി ചോക്ലേറ്റ് കേക്കാണ്. അത് ഷുഗർ ആഡ് ചെയ്യാതെയാണ് ഈ റാഗി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. സോ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആണ്. ഇത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും നമ്മൾ മുട്ടയും ചോക്ലേറ്റ് പൗഡറും ഒക്കെ ചേർത്താണ് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പക്ഷേ ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തേനാണ്. സോ തേൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെങ്ങനെ റാഗി ചോക്ലേറ്റ് കേക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 മുട്ട ആഡ് ചെയ്യാം. 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. നമ്മൾ മുട്ട ഇടുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. സോ 3 മുട്ട നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിത് അളവിനനുസരിച്ചാണ് 3 മുട്ട ഇടുന്നത്. അതുകൂടാതെ നമ്മൾ അതിനുശേഷം മുട്ടയുടെ കൂടെ ഓൾറെഡി സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ കൂടെ പഞ്ചസാരയാണ് സാധാരണ ചേർക്കുന്നത്. നമ്മളിവിടെ ചേർക്കുന്നത് തേനാണ്. ഇപ്പോൾ 4 മുതൽ 5 സ്പൂൺ വരെ ടേബിൾ സ്പൂണാണ് നമുക്ക് തേൻ ചേർക്കാം. ഓരോരോ മധുരത്തിനനുസരിച്ച്, അതായത് ഇത് മധുരം അധികം ഉണ്ടാകില്ല. മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി നേരിട്ട് ഷുഗർ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് തേൻ അതിന് പകരമായിട്ട് ഉപയോഗിക്കാം. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ്നറാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് തേൻ കൂടുതൽ ഇതിൽ ചേർക്കാവുന്നതാണ്. അത് ഇതിൻ്റെ ടെക്സ്ചറിനോ കേക്കിൻ്റെ ആ രൂപത്തിനോ വ്യത്യാസം വരാറില്ല. കൂടാതെ നമ്മൾ ഒരു 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്യുന്നു. ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലും ചേർക്കാമെന്ന്. ബട്ടർ കുറച്ചും കൂടെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് ബട്ടർ ആഡ് ചെയ്തത്. ഉരുക്കിയെടുത്ത ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മൾ മുട്ട യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളിതിൽ 1 സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാണ്. സോ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആ മുട്ടയുടെ ഒരു മണം ഒന്ന് മാറിക്കിട്ടും. ഇനി നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ, അതായത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോർമൽ ഹാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ബീറ്റർ നമുക്ക് നോർമലായിട്ടുള്ള ഒരു വിപ്പിംഗ് സ്പൂൺ വെച്ച് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും, എന്തായാലും നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ബീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും ചേർക്കുന്നത് ആദ്യം റാഗി പൗഡറാണ്. റാഗി പൗഡർ നമ്മളിവിടെ 1/2 കപ്പ് ചേർക്കുകയാണ്. നന്നായിട്ട് അരിച്ച് വേണം ഇടാൻ, എങ്കിലേ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂ. ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് ഈ റാഗി പൗഡറെല്ലാം ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് ചേർക്കുന്ന ബാക്കി ഉള്ള പൊടികൾ, അതായത് റാഗി പൊടി, അതുകൂടാതെ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുകയാണ്. ഈ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ ഈ അരിപ്പയിലേക്ക് തന്നെ ഇട്ടേക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ പൊടി എന്തെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഉള്ളതെല്ലാം നമുക്കതെല്ലാം മാറ്റി കുറച്ച് മയത്തിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അരിച്ച് ചേർക്കുക. അരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടകളുണ്ടെങ്കിൽ അത് പൊടിച്ച് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വൃത്തിയായിട്ട് അരിച്ചെടുക്കാൻ പറ്റും. എങ്കിൽ നമ്മുടെ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഒരുപാട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നത് പോലെ ഇളക്കാൻ നിൽക്കരുത്. നമ്മളിതിനെ നല്ല രീതിയിൽ സ്പൂൺ വെച്ച് നമ്മൾ ജസ്റ്റ് ഈ റൗണ്ട് ചെയ്ത് വേണം ഇളക്കാൻ. ഒരുപാട് രീതിയിൽ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇളക്കാൻ നിൽക്കരുത്. കാര്യം പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഇതേപോലെ നമ്മൾ പതുക്കെ റൗണ്ട് ചെയ്ത് ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കുക. വെറുതെ ഇറഗുലറായിട്ട് ഒരു ഓർഡർ ഇല്ലാതെ മിക്സ് ചെയ്യരുത്. ഒരു ഡയറക്ഷനിൽ തന്നെ മാക്സിമം മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലേ നമ്മൾ കേക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ കറക്റ്റ് ബാറ്റർ ഫോമിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ചൂടാക്കിയ പാൽ, അതായത് ചൂടാക്കി ആറിയ പാലാണ് നമ്മൾ ഇവിടെ ഒഴിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് നമ്മുടെ ബാറ്റർ ആയിക്കോളും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാല് തിളപ്പിച്ച് ചൂടാക്കി ആറി വെക്കുക. അതും ഇതിലേക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക.
കറക്റ്റ് ആ ഒരു നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അത്രത്തോളം പാല് ആഡ് ചെയ്യും. ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു അര കപ്പ്, ഒരു മുക്കാൽ കപ്പോളം പാല്, മുക്കാൽ കപ്പോളം പാല് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുക. പാലൊഴിച്ച് നല്ല രീതിയിൽ, കട്ടകളുണ്ടെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കുക, കട്ടകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഏകദേശം ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പാലൊഴിച്ച് വേണം നമ്മൾ ആ ഒരു കറക്റ്റ് ഫോമിലേക്ക് മാറ്റിയെടുക്കുക. നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട കേക്കിൻ്റെ ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇതാണ് വേണ്ടത്. നമ്മളിനി ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ട്രേയിലേക്ക് നമ്മളിത് ഒഴിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ബാക്കി ചൂടാക്കേണ്ട നമ്മുടെ കുക്കറും പ്രഷർ കുക്കറിൻ്റെതും ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്, നേരത്തെ തന്നെ നമ്മളിവിടെ സാധാരണ നിങ്ങൾക്കറിയാം കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപ്പിട്ടാണ്, കല്ലുപ്പ് കൊണ്ട് നിരത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇല്ലാതെ അതുപോലെ വിസിലും ഇല്ലാതെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക് ട്രേയിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. നമ്മൾ ഇതിലേക്ക് ആ കേക്ക് ട്രേയിൽ നമ്മൾ ഈ ബട്ടർ പേപ്പർ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ പുറത്തൊന്ന് തേച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ ബട്ടർ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ നന്നായിട്ട് ഒഴിക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊക്കോളും. എങ്കിലും നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബബിൾസൊക്കെ ഫോം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകളൊക്കെ വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ എടുത്ത് വയ്ക്കുക. ഞാനത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബദാം നമ്മൾ അരിഞ്ഞത് അതിൻ്റെ പുറത്തേക്കിടുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവിൽ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നട്ട്സൊക്കെ വേണമെങ്കിൽ ധാരാളമായിട്ട് ഇടാം. ഇവിടെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ബദാം യൂസ് ചെയ്തുള്ളൂ. നമ്മളിത് പ്രസ് ചെയ്തതിലേക്ക് വയ്ക്കുക, ലെവലപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ നമ്മുടെ ആ കേക്ക് ട്രേ യൂസ് ചെയ്ത് നമ്മളകത്തേക്ക് പതുക്കെ വയ്ക്കുക. ഓൾറെഡി ചൂടുണ്ട്, സോ കൈ പൊള്ളാതെ വേണം നിങ്ങൾ വെക്കാനായിട്ട്. എന്നിട്ടത് മൂടി വയ്ക്കുക. നമുക്കിത് അടച്ച് വയ്ക്കാം. സാധാരണ നമ്മളൊരു 40 മിനിറ്റ്സ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ഒരു 40 മിനിറ്റ്സ്, ഒരു 40 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കേക്കിന് ഓൾറെഡി ബാറ്റർ ഇത്ര ഉള്ളതുകൊണ്ടാണ്, ഇതാണെങ്കിൽ ചിലർക്ക് ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കേക്ക് റെഡിയാവും. ഇത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 40 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് സ്പൂണോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോഴങ്ങനെയാണെങ്കിൽ അതിൽ മാവൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയെന്നാണ്. സോ നമ്മുടെ കേക്ക് ഫുൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എങ്ങനെ നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കുറച്ചും കൂടെ. ഓൾറെഡി നമ്മുടെ കേക്ക് ഫുൾ റെഡിയാണ്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള കേക്ക് ഫുൾ സെറ്റാണ്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ മുറിഞ്ഞു പോകും, അവരുടെയും കുറച്ച് പിടിച്ച് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ കേക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. ഇനി ഞങ്ങൾ ചെറിയൊരു കാര്യം, ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ കേക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക്, ഷുഗർ കഴിക്കാൻ താല്പര്യമില്ലാത്തവർ, ഷുഗർ കട്ട് ചെയ്തിട്ടുള്ളവർക്കൊക്കെ റാഗി നല്ല രീതിയിൽ, അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. ഇതല്ല ഞങ്ങൾ ഇപ്പം ചില കുട്ടികൾക്ക് റാഗി കൊടുക്കണം, പക്ഷെ അവർ അങ്ങനെ കഴിക്കുന്നില്ല. പക്ഷെ അവർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുമോ എന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ഇതിനൊന്ന് ചെറിയ രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച്, അതായത് ഒരുപാടല്ല, കുട്ടികൾക്ക് കഴിക്കാൻ കണക്കിന് രീതിക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ 2 സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ചോക്ലേറ്റ് ഗനാഷ്, അതേപോലെ തന്നെ കാരമൽ ഗനാഷ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്താണ് ഞാൻ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് ഇരിക്കുന്ന കേക്കിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ പുറത്ത് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പലർക്കും പല രീതിയിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ കൂടെ ലൂസായിട്ടാണെങ്കിൽ നമുക്ക് ചിലർ കേക്കിനൊക്കെ മിറർ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പുറത്ത് ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ ലൂസാക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലൂസാക്കുകയാണെങ്കിൽ മുകളിൽ കൂടെ നമുക്ക് ഒഴിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ലൂസാക്കുന്നതും അതേപോലെ ഇതിൻ്റെ കട്ടി എങ്ങനെ ഏതൊക്കെ രീതിയിലാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ്, ചോക്ലേറ്റിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ കേക്കിന് കുറച്ചും കൂടെ കിട്ടും ഈ ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഷുഗർ ഫ്രീ ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയൊരു മധുരത്തിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ചെറിയൊരു അളവിലുള്ളൊരു മധുരം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കാരമൽ ഗനാഷ് കുറച്ച് ആഡ് ചെയ്യാണ്. ഇതും നിങ്ങൾക്ക് പല രീതിയിൽ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സിമ്പിളായിട്ട്, അതായത് കാണാൻ കുറച്ചൊരു ഇതായിട്ട് കേക്കിൻ്റെ ഒരു കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ കൂടെ ഞാനിവിടെ കാരമൽ ഗനാഷ്, ഇപ്പം നിങ്ങൾ ചോക്ലേറ്റ് ഗനാഷ് വരെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മുകളിൽ നട്ട്സോ എന്തെങ്കിലും ഇട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് കാരമലും കൂടെ യൂസ് ചെയ്തു. നിങ്ങൾക്ക് കാരമൽ കിട്ടിയില്ല, നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ സെയിം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കാരമൽ യൂസ് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ വൈറ്റ് കളറായിരിക്കും ചോക്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഡിസൈൻസൊക്കെ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും. സോ നല്ല ഭംഗിയുള്ള നമ്മുടെ റാഗി ചോക്ലേറ്റ് കേക്ക് റെഡിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ വെറുതെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് നമ്മൾ ജസ്റ്റ് ചുരണ്ടി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് നമ്മൾ ഇതുണ്ടെങ്കിൽ അത് നന്നായിട്ട് എടുത്ത് സൈഡിലൊക്കെ ഫില്ല് ചെയ്യാം. ഇതൊക്കെ ഡെക്കറേഷൻ്റെ ഭാഗമാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് റാഗി കേക്ക് ഉപയോഗിക്കാം. ഡെക്കറേഷന് വേണ്ടി മാത്രം ഞാൻ കുറച്ച്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഒക്കെ ചിലർക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ചോക്കോ ചിപ്സ് വാങ്ങിക്കാൻ കിട്ടും, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് റാഗി ചോക്ലേറ്റ് കേക്ക്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട്, അതും ഷുഗർ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് റാഗി ചോക്ലേറ്റ് കേക്ക്. വളരെ ടേസ്റ്റിയാണ്. നല്ല, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ റാഗി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ കേക്കിൻ്റെ ബാറ്ററും അതുപോലെ അത് നിങ്ങൾക്ക് തോന്നും റാഗി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഹാർഡാവും, കുറച്ച് ബുദ്ധിമുട്ടാണോ, കേക്ക് കട്ടിയായിട്ടിരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഇത് പക്ഷേ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു ഈ നമ്മൾ ചോക്ലേറ്റ് ഗനാഷും കൂടെ വെച്ച് ഫില്ല് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഒരു രസമുണ്ട് കാണാനായിട്ട് കേക്ക്. വളരെ നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും കേക്ക് ബാറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, അകത്ത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതേപോലെ ഗ്ലേസിങ് ഉള്ളത് ആ ചോക്ലേറ്റ് നമ്മൾ മുകളിൽ ഒഴിച്ചതുകൊണ്ടാണ് സോഫ്റ്റായിട്ടുള്ള മാവാണ്. സോഫ്റ്റാണ്, കഴിക്കുന്നതിന് നല്ല, നമുക്ക് ഹാർഡ്നെസ് തോന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ റാഗി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.